ഇന്ന് നടന്ന ഫിസിക്സ് മോഡൽ എക്സാമിൻ്റെ ആൻസേഴ്സാണ് ഇവിടെ നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 8 ചോദ്യങ്ങളാണ് 1 മാർക്കിൻ്റേതായിട്ടുള്ളത്. ഫ്രം ദ ഫോളോയിങ് ചൂസ് ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് വർക്ക്സ് ഓൺ മോട്ടോർ പ്രിൻസിപ്പിൾ. മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഉപകരണം ഏതാണ്? മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മാഗ്നറ്റിക് പോൾ at the end of a solenoid at which current is in the clockwise direction. കറണ്ട് ക്ലോക്ക് ഡയറക്ഷനിലാണെങ്കിൽ ആ എൻഡ് സൗത്ത് പോൾ ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ എ വാട്ടർ ഫിൽഡ് ബീക്കർ എ പെൻസിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇൻക്ലൈൻഡ് പൊസിഷൻ. ഇറ്റ് അപ്പിയേഴ്സ് ബെൻഡ്. ദ റീസൺ ഈസ്. പെൻസിൽ വളഞ്ഞു കാണപ്പെടാനുള്ള കാരണം അത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. റൈറ്റ് ദ ഫോസിൽ ഫ്യൂവൽ യൂസ്ഡ് ടു എക്സ്ട്രാക്ട് കോക്ക്, കോൾ ടാർ ആൻഡ് കോൾ ഗ്യാസ്. അത് കിട്ടുന്നത്, ഈ 3 ഘടകങ്ങളും നമുക്ക് കിട്ടുന്നത് കോളിൽ നിന്നാണ്. സോ ആൻസർ ഈസ് കോൾ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 50 cm. വാട്ട് ഈസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ R എന്നത് 50 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് R/2 ആണ് നമുക്കറിയാം. സോ 25 cm. ഇനി 25 cm സൈൻ എന്നത് റൈറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് നമ്മളത് പോസിറ്റീവ് സൈനായിട്ട് എടുക്കും അല്ലേ. അപ്പോൾ +25 cm ആണ് ആൻസർ. എന്നാലും ലെൻസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഇത് മിററിന് അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ കാര്യത്തിൽ ശരിയായി വരുന്ന ഒരു റിലേഷനാണ് എഫും ആറും തമ്മിലുള്ളത്. അതായത് R = 2F എന്ന റിലേഷൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ഫെറിക്കൽ മിറേഴ്സിലാണ്. ഇനി ആറാമത്തെ ചോദ്യം, കറക്റ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ചേഞ്ചിങ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ്ഡ് നിയർ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത് മാറ്റി അവിടെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാക്കിയാൽ ആൻസറായി. ഇനി 7th ക്വസ്റ്റ്യൻ, ചൂസ് ദ റോങ് ഡയഗ്രാം റിലേറ്റഡ് ടു ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഓൺ എ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൻ്റെ കാര്യത്തിൽ റോങ് ആയിട്ടുള്ള ഡയഗ്രാം ഏതാണോ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫിഗർ C ആണ് റോങ് ആയിട്ടുള്ള ഡയഗ്രാം. അതായത് നോർമലായിട്ട് വന്ന ഇൻസിഡൻറ്റ് റേ 45 ഡിഗ്രിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ചിത്രം വരച്ചിട്ടുള്ള C എന്ന ചിത്രമാണ് അവിടെ റോങ് ആയിട്ടുള്ളത്. അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടേംസ് ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് വൺ അക്കോർഡിംഗ്ലി. LPG ബ്യൂട്ടെയിൻ. LPGയിലെ മെയിൻ കമ്പോണൻ്റ് ആണ് ബ്യൂട്ടെയിൻ. അതുപോലെ CNGയിലെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പറയുന്നത് മീതെയിൻ ആണ്. സോ മീതെയിൻ ഈസ് ദ ആൻസർ. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. റൈറ്റ് ദ ഇലക്ട്രിക്കൽ ഡിവൈസസ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി കൺവേർഷൻ നടക്കുന്ന ഉപകരണങ്ങൾ ലൗഡ് സ്പീക്കറും അതുപോലെ ഇലക്ട്രിക് മിക്സിയുമാണ് എന്ന് നമുക്കറിയാം. 10th ക്വസ്റ്റ്യൻ, നിക്രോം വയേഴ്സ് ആർ യൂസ്ഡ് ആസ് ഹീറ്റിംഗ് കോയിൽ. റൈറ്റ് എനി 2 റീസൺസ് ഫോർ ദ സെയിം. എന്തുകൊണ്ടാണ് നിക്രോം കോയിലിനെ ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും 2 കാരണം എഴുതാൻ. ഒന്ന്, ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു റിമെയിൻ ഇൻ ദ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ബീയിങ് ഓക്സിഡൈസ്ഡ്. ഇങ്ങനെയുള്ള 4 പോയിൻറ്റ്സിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 11th ക്വസ്റ്റ്യൻ, വൈ ഡസ് എ ഹീറ്റർ ഹാവിംഗ് ലോ റെസിസ്റ്റൻറ്റ് ഹീറ്റിംഗ് കോയിൽ ഗെറ്റ്സ് ഹീറ്റഡ് മോർ? എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടാണ് ലോ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഹീറ്റിംഗ് കോയിൽ കൂടുതൽ ചൂടാവുന്നത്? ആസ് ദ റെസിസ്റ്റൻസ് ഡിക്രീസസ് ദ കറണ്ട് ഓർ ദ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്, ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ്. വെൻ കറണ്ട് ഇൻക്രീസസ്, സിൻസ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഇലക്ട്രിക് കറണ്ട്, ഹീറ്റ് ഓൾസോ ഇൻക്രീസസ്. Explain the working of split ring commutator in a DC motor. ഇതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഈ ആർമേച്ചറിൻ്റെ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. അതെങ്ങനെ എഴുതാം? അപ്പോൾ The split rings help to change the direction of current through the armature after
ഈച്ച് ഹാഫ് റൊട്ടേഷൻ അല്ലേ, ഓരോ ഹാഫ് റൊട്ടേഷന് ശേഷവും കറൻറ്റിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് സ്പ്ലിറ്റ് റിങ്സ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിനെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നുകൂടെ വിളിക്കുന്നത്. ഇൻ ഓർഡർ ടു സസ്റ്റെയിൻ ദ മോഷൻ ഓഫ് ദി ആർമേച്ചർ, the direction of current should be reversed. ഇനി 13th question. Pick out the correct relationship associated with a step down transformer. തന്നിരിക്കുന്നവയിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിന് യോജിച്ചതാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ച് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയായത് ഇവിടെ ബിയും സിയുമാണ്. വി പി ഗ്രേറ്റർ ദാൻ വി എസ്, അതുപോലെ എൻ പി ഗ്രേറ്റർ ദാൻ എൻ എസ്. അത് രണ്ടുമാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. 14th question. Inductors and resistors are used to reduce current in a circuit to a desired value. But inductors are not used in DC circuits. Why? Explain. Inductors എന്തുകൊണ്ടാണ് ഡി സി സർക്യൂട്ടിൽ ഉപയോഗിക്കാത്തത്? ബിക്കോസ് ഇൻഡക്ടേഴ്സ് വർക്ക് ബേസ്ഡ് ഓൺ സെൽഫ് ഇൻഡക്ഷൻ. ആൻഡ് ഇൻ ഡി സി കറൻറ്റ് there is no fluctuating magnetic field and hence there is no back EMF, so we cannot use it in DC circuits. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വെൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ എ സോളിനോയിഡ് ഈസ് ഇൻക്രീസ്ഡ്, ഇൻഡ്യൂസ്ഡ് EMF ഡിക്രീസസ്. അത് തെറ്റാണ്, നമുക്കറിയാം. നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ EMFും കൂടുകയാണ് ചെയ്യുക. വെൻ എ സ്ട്രോങ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ്, ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസസ്. അത് കറക്റ്റാണ്. വെൻ ദ മാഗ്നറ്റ് ഓർ സോളിനോയിഡ് മൂവ്ഡ് ഇൻ ഫാസ്റ്റ്, ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസസ്. അതായത് ബിയും സിയും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 16th question. What is the energy crisis? Write any 2 suggestions to reduce energy crisis. ഈ ചോദ്യങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിൽ എനർജി ക്രൈസിസ്, ഇറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഇൻക്രീസിങ് ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് അവൈലബിലിറ്റി. ഇനി അതിനുള്ള 2 മാർഗങ്ങൾ, റെഡ്യൂസ് ചെയ്യാനുള്ള 2 മാർഗങ്ങൾ: ഡു നോട്ട് വേസ്റ്റ് എനർജി, ടൈംലി മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ്, യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ്, ജുഡീഷ്യൽ യൂട്ടിലൈസേഷൻ ഓഫ് എനർജി. ഇങ്ങനെ തുടങ്ങി കുറേ പോയിൻറ്റ്സ് നമുക്കറിയാവുന്നതുണ്ട്. അതിലേതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. നെക്സ്റ്റ് 17th question ഒരു പ്രോബ്ലമാണ്. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 20 cm away ഫ്രം എ കോൺകേവ് മിറർ. ദ ഇമേജ് ഒബ്റ്റെയിൻഡ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 cm ഓൺ ദ സെയിം സൈഡ്. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ മിറർ. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 20 cm ആണ് എന്ന് പറഞ്ഞാൽ മിററിൻ്റെ മുൻഭാഗത്താണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു നെഗറ്റീവ് ആയിരിക്കും, യു -20 cm. അതുപോലെ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് 30 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് -30 cm ആണ് വി. യുവും വിയും നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു UV/U+V ഉപയോഗിക്കുക. കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമുക്ക് 12 cm -12 cm എന്ന് ആൻസർ കിട്ടുന്നതാണ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ 3 മീഡിയ ആർ ഗിവൺ. ഗ്ലാസ്സിലൂടെ, വാട്ടറിലൂടെ, അതുപോലെ ഡയമണ്ടിലൂടെയുള്ള സ്പീഡ് തന്നിട്ടുണ്ട്. എ. ഇൻ വിച്ച് മീഡിയം ഡസ് ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കേഴ്സ് മോർ വൈൽ ഫാളിംഗ് ഫ്രം എയർ. എയറിൽ നിന്ന് വരുമ്പോൾ ഇതിലേതിലായിരിക്കും റിഫ്രാക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്? ഡയമണ്ടിലായിരിക്കും കൂടുതൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ 3 ഗിവൺ മീഡിയ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഏറ്റവും കുറവ് ലൈറ്റിന് സ്പീഡ് ഉള്ളത് തന്നിരിക്കുന്നവയിൽ വാട്ടറിനാണ്. അപ്പോൾ ആദ്യം വാട്ടർ, പിന്നെ ഗ്ലാസ്, അവസാനം ഡയമണ്ട്. ഈ ക്രമത്തിൽ എഴുതേണ്ടതാണ്. ഇനി 19th question. റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഇറഗുലർ റിഫ്ലക്ഷൻ. ഇറഗുലർ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. പാരലൽ ഇൻസിഡൻറ്റ് റേസ് റിഫ്ലക്റ്റഡ് ആസ് പാരലൽ റേസ്. അങ്ങനെ പാരലലായിട്ട് വരുന്ന റേസ് എല്ലാം പാരലലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ മീഡിയം റെഗുലർ റിഫ്ലക്ഷന് പറ്റിയതായിരിക്കണം. അതുകൊണ്ട് എ കറക്റ്റ് അല്ല.
ഈവൺ ദോ ദ ഇൻസിഡൻറ്റ് റേസ് ആർ പാരലൽ ദ റിഫ്ലക്റ്റഡ് റേസ് ആർ നോട്ട് ഇൻ പാരലൽ. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറഗുലർ റിഫ്ലക്ഷനെ സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ നോ ക്ലിയർ ഇമേജ് ഈസ് ഫോംഡ്. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഫോർ ഈച്ച് റേ ഈസ് നോട്ട് ഈക്വൽ. അത് തെറ്റാണ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓരോ റേയെ സംബന്ധിച്ചും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് ലോ ഓഫ് റിഫ്ലക്ഷൻ ഈ കാര്യത്തിലും, അതായത് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷനിലും ശരി തന്നെയാണ്. പക്ഷേ എല്ലാ റേസും പാരലായിട്ട് വരാത്തത് കൊണ്ട് നമുക്ക് എല്ലാ റേയ്ക്കും അങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാ റേയും കൂടി ചേർന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്നില്ല എന്ന് മാത്രം. അപ്പോൾ 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ബിയും സിയും ആണ്. ഇനി 20th ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് ദാറ്റ് കോസ്ഡ് ബൈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം ഉണ്ടാകുന്ന ഏതെങ്കിലും രണ്ട് സിറ്റുവേഷന് ഡെയിലി ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾസ് എഴുതാൻ. ഇത് സാധാരണ എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ടോർച്ച് റൊട്ടേറ്റഡ് റാപ്പിഡ്ലി അല്ലേ അപ്പിയേഴ്സ് ആസ് ആൻ ഇലുമിനേറ്റഡ് സർക്കിൾ. ഒരു ടോർച്ച് സ്പീഡിൽ ചുഴറ്റുമ്പോൾ അത് നമുക്കൊരു ഇലുമിനേറ്റഡ് സർക്കിളായിട്ട് തോന്നുന്നു. അതുപോലെ ന്യൂട്ടൺസ് കളേർഡ് ഡിസ്ക് വേറൊരു എക്സാമ്പിളായിട്ട് എഴുതാവുന്നതാണ്. പിന്നെ റെയിൻ ഡ്രോപ്സ് അപ്പിയർ ആസ് എ റോഡ് ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോപ്സ്. ഒരു ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കാണുന്നതിന് പകരം റെയിൻ ഡ്രോപ്പുകൾ ഒരു റോഡ് ഷേപ്പിലാണ് നമുക്ക് കാണുന്നത്. ഇതിലേതെങ്കിലും രണ്ട് എക്സാമ്പിൾസ് എഴുതാം. ഇത് കൂടാതെ ഫാനിൻ്റെ ഡിസ്ക് ഷേപ്പിന് കാരണം അല്ലേ, വെൻ ദ ലീഫ് ആർ റൊട്ടേറ്റഡ് ഇൻ എ ഗ്രേറ്റർ സ്പീഡ് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ഡിസ്ക് ഷേപ്പ് അല്ലേ. ഫാൻ മൊത്തം ഓരോ ലീഫായിട്ട് നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ല. ഇനി 21 മുതലുള്ള ചോദ്യങ്ങൾക്ക് 3 മാർക്ക് വീതമാണ്. ദ heat generated in a current carrying conductor can be explained by a famous law. Write the name of this law. ഇതിൻ്റെ പേര് എഴുതാൻ. ലോയുടെ പേര് ജൂൾസ് ലോ ആണ്. Write the mathematical equation for this law. Explain each letters used in the equation. ഇതിൻ്റെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് H ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT. H ഹീറ്റ് ജനറേറ്റഡ്, I ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറൻറ്റ്, R റെസിസ്റ്റൻസ് ആൻഡ് T ടൈം ഓഫ് ഫ്ലോ ഓഫ് കറൻറ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ. 22nd, അനലൈസ് ദ ഗിവൺ സർക്യൂട്ട്. ഹൗ ആർ ദ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ ദ എബോവ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ 2 റെസിസ്റ്റേഴ്സും പാരലലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 2 റെസിസ്റ്റേഴ്സിൻ്റെയും 2 എൻഡുകളും പരസ്പരം ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിലാണ് പാരലൽ കണക്ഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വാട്ട് വിൽ ബി ദ കറൻറ്റ് ഷോൺ ഇൻ ദ അമ്മീറ്റർ. അമ്മീറ്ററിൽ കാണിക്കുന്ന കറൻറ്റ് എത്രയായിരിക്കും? സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ആയിരിക്കും അമ്മീറ്ററിൽ കാണിക്കുന്നത്. I കാണാനുള്ള ഇക്വേഷൻ V/R ആണ്. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാരലൽ കണക്ഷനിൽ R1 R2/R1 + R2 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ R1 10 ഓമും R2 15 ഓമുമാണ്. 10 × 15/10 + 15 ചെയ്താൽ 150/25, അതായത് 6 ഓം എന്ന് നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. ഇനി സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റാണ് അമ്മീറ്ററിൽ കിട്ടുന്നത്. കറണ്ട് I ഈസ് ഈക്വൽ ടു V/R, അതായത് 12/6 2 ആംപിയർ ആയിരിക്കും അമ്മീറ്റർ റീഡിംഗ്. ഇനി 10 ഓമിലൂടെ ഉള്ള കറൻറ്റിൻ്റെ വാല്യൂ കാണാൻ വീണ്ടും V/R1, അതായത് 12/10 ഈസ് ഈക്വൽ ടു 1.2 ആംപിയർ എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 23. The given figure represents the parts of a moving coil microphone. Identify the parts labeled as A and B. A എന്നത് ഫീൽഡ് മാഗ്നറ്റും B എന്നത് വോയിസ് കോയിലുമാണ്. How is the sound wave falling on the device get converted to electrical signal? Explain ആണ് B question. The voice coil is situated in a magnetic field. The diaphragm connected to the voice coil vibrates
in accordance with the sound waves falling on it. As a result, the electrical signals corresponding to the sound waves are generated in the voice coil by electromagnetic induction. 24th question. Write any two methods to reduce the transmission loss in power transmission. ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാനുള്ള രണ്ട് മാർഗങ്ങൾ അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഡിക്രീസ് ദ റെസിസ്റ്റൻസ്, ഇൻക്രീസ് ദ വോൾട്ടേജ്. ബൈ ഇൻക്രീസിങ് ദ വോൾട്ടേജ് വി ക്യാൻ ഡിക്രീസ് ദ കറൻറ്റ് സോ ദാറ്റ് heat loss can be reduced. B question. Write the names of any two electric lines that brings electric power to your house. ഏതൊക്കെ ലൈൻസ് ആണ് നമ്മുടെ വീട്ടിലേക്ക് ഇലക്ട്രിക് പവർ കൊണ്ടുവരുന്നത്? ഫേസ് ലൈൻ ആൻഡ് എ ന്യൂട്രൽ ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ. യൂസ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ to fill the given blanks. Radius of curvature of the given mirror is 30 cm. A. Distance from the mirror to the object. U. ഒബ്ജക്റ്റും അതുപോലെ മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ യു. അപ്പോൾ യു അതിൽ തന്നിട്ടുള്ളത് OB ആണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിലേക്ക് മിററിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് മൈനസ് സൈൻ ഉള്ളതായിരിക്കും അല്ലേ? യു ഓൾവേസ് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എയുടെ ആൻസർ യു ഈസ് ഈക്വൽ ടു -60 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ മിറർ. ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയായിരിക്കും. സോ അത് 15 സെൻറ്റിമീറ്റർ ആണ്. 30 സെൻറ്റിമീറ്റർ ആണ് ആർ, അതുകൊണ്ട് 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. 15 സെൻറ്റിമീറ്റർ തന്നെ ലെഫ്റ്റിലേക്കാണ് അളക്കേണ്ടത്, പോളിൽ നിന്നാണ് അളക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് -15 സെൻറ്റിമീറ്റർ വിൽ ബി ദ ഫോക്കൽ ലെങ്ത്. ഇനി സി ക്വസ്റ്റ്യനിൽ ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഈസ് ഈക്വൽ ടു UF/U-F എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് -20 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഇനി 26th ക്വസ്റ്റ്യൻ. ആൻ ഇമേജ് ഈസ് ഒബ്റ്റൈൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 സെൻറ്റിമീറ്റർ അവേ ഫ്രം എ കോൺവെക്സ് ലെൻസ് വെൻ ദ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്. റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഒബ്റ്റൈൻഡ്. റൈറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ ലെൻസ്. ഇങ്ങനെയാണ് രണ്ട് ചോദ്യങ്ങളുള്ളത്. ഇമേജ് കിട്ടിയിട്ടുള്ളത് 40 സെൻറ്റിമീറ്റർ അകലെയാണ് കോൺവെക്സ് ലെൻസിൽ നിന്ന്. ഒബ്ജക്റ്റ് 40 സെൻറ്റിമീറ്ററിൽ തന്നെ വെച്ചപ്പോഴാണ് നമുക്ക് ഇവിടെ ഇമേജ് കിട്ടിയത്. അതുകൊണ്ട് എന്തായിരിക്കും ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ്? അപ്പോൾ ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, അതുപോലെ സെയിം സൈസ് ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെ ആയിരിക്കും. റൈറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഗിവൺ ലെൻസ്. ഫോക്കൽ ലെങ്ത് കാണാൻ U/U-V എന്നുള്ള ഇക്വേഷൻ എടുക്കാം. അതിനുശേഷം U, V എന്നിവയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. അപ്പോൾ U എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ U -40 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കണം, V +40 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കണം അല്ലേ? U എന്ന് പറയുന്നത് ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള മെഷർമെൻറ്റ്സ് എല്ലാം മൈനസ് സൈനോട് കൂടിയുള്ളവയാണ്. യുവും വിയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ +20 സെൻറ്റിമീറ്റർ എന്ന് ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടും. ഇവിടെ യുവും വിയും സെയിം വാല്യൂ തന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സെയിം സൈസുള്ള ഇമേജ് ആണെന്ന്. ഒബ്ജക്റ്റ് 2Fൽ വെച്ചാലാണ് ഇമേജും 2Fൽ തന്നെ കിട്ടുന്നത്. ആ സമയത്തുള്ള ഇമേജിൻ്റെ പ്രോപ്പർട്ടീസാണ് റിയൽ, ഇൻവേർട്ടഡ്, സെയിം സൈസ് എന്നിവയൊക്കെ. ഇനി 27th ക്വസ്റ്റ്യൻ. വിച്ച് കളർ ഓഫ് സൺലൈറ്റ് ഈസ് മോസ്റ്റ് സ്കാറ്റേർഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് വയലറ്റിനാണ്. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദി റെഡ് കളർ ഓഫ് റൈസിംഗ് ആൻഡ് സെറ്റിംഗ് സൺ. ഡ്യൂറിംഗ് സൺറൈസ് ആൻഡ് സൺസെറ്റ് ലൈറ്റ് റീച്ചസ് അസ് ഫ്രം ദ ഹൊറൈസൺ and it has to travel a long distance through the atmosphere. During this long journey, colors of shorter wavelengths would be almost fully lost due to scattering. Then, the red light, which undergoes only less amount of scattering, decides the color of the horizon. That is why the sun appears red during sunset and sunrise.
28th question. Tabulate the following energy sources as green energy and brown energy. Green energy യിൽ ഉൾപ്പെടുന്നവ സൺ, ബയോഗ്യാസ്, വിൻഡ് എന്നിവയാണ്. ബ്രൗൺ എനർജിയിൽ വരുന്നത് ഫോസിൽ ഫ്യൂവൽസ് എല്ലാം ബ്രൗൺ എനർജിയിലാണ് വരുന്നത്. നാഫ്ത, കോൾ, CNG. 29th question. Observe the figure. Calculate the total resistance in the circuit. Neglect the resistance of connection wires. Calculate the heat generated in this circuit in 5 minutes. If one more resistance of 50 ohms is connected in series, what happens to the heat generation? Calculate the total resistance. Effective resistance എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 80 + 35 ohm. അതായത് 115 ohm ആണ് എയുടെ ആൻസറായിട്ട് കിട്ടുന്നത്. ഇനി ബി, കാൽക്കുലേറ്റ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ 5 minutes. എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി V²/R/T എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ 5 minutesനെ സെക്കൻഡിലേക്ക് ആക്കി മാറ്റിയിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. അതായത് 5 × 60 seconds ആക്കി മാറ്റണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1,38,000 ജൂൾ എന്ന് ആൻസർ കിട്ടുന്നു. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ. ഇഫ് വൺ മോർ റെസിസ്റ്റൻസ് ഓഫ് 50 ohm ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്, വാട്ട് ഹാപ്പൻസ് ടു ദ ഹീറ്റ് ജനറേറ്റഡ്? ഹീറ്റ് ജനറേഷന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഇവിടെ റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട് ഹീറ്റ് എനർജി എങ്ങനെയാണ് മാറുന്നത് എന്ന് നോക്കാം. അതായത് ഇങ്ങനെ സീരീസ് ആയിട്ടുള്ള കണക്ഷനെ സംബന്ധിച്ചിടത്തോളം ഹീറ്റും റെസിസ്റ്റൻസും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് ജനറേറ്റഡ് ഓൾസോ വിൽ ബി ഇൻക്രീസ്ഡ്. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ H = I²RT, ഹീറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഇത് സീരീസ് കണക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹീറ്റ് കൂടുകയാണ് ചെയ്യുക റെസിസ്റ്റൻസ് കൂടുമ്പോൾ. അതേസമയം പാരലൽ കണക്ഷനിലായിരുന്നെങ്കിൽ നേരെ തിരിച്ചാകുമായിരുന്നു. 30th ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇലക്ട്രിക് ബൾബ് ഓഫ് 60 watt പവർ ഈസ് കണക്റ്റഡ് ഓൺ 240 volt മെയിൻസ്. റൈറ്റ് ദ കറണ്ട് ത്രൂ ദ ബൾബ്. കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പ്രോബ്ലം. അതായത് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ P = VI എന്നുള്ള ഇക്വേഷൻ ഉള്ളത് കൊണ്ട് I കാണാൻ P/V എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ കറൻറ്റ് I = P/V. പവർ 60 watt ആണ്, വോൾട്ടേജ് 240 volt ആണ്. അതുകൊണ്ട് 1/4 ആംപിയർ എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഈസ് ദ സേഫ്റ്റി ഫ്യൂസ് കണക്റ്റഡ് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട്? ബ്രാഞ്ച് സർക്യൂട്ടിൽ സേഫ്റ്റി ഫ്യൂസ് ഘടിപ്പിക്കുന്നത് എപ്പോഴും ഇൻ സീരീസ് ആണ്. ഇനി സി, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിൻ്റെ വർക്കിംഗ് ആണ് എഴുതേണ്ടത്. വെൻ ദ സേഫ്റ്റി ഫ്യൂസ് ഗെറ്റ്സ് ഹീറ്റഡ് മോർ, ഇറ്റ് മെൽറ്റ്സ് ബിക്കോസ് ഇറ്റ് ഹാസ് വെരി ലോ മെൽറ്റിംഗ് പോയിൻറ്റ്. വെൻ ഇൻ എ സർക്യൂട്ട്, either due to short circuit or overloading, excess current flows, then the fuse wire gets melted and it breaks the circuit, thus protects the appliances. 31st question. Which type of generator is given in the picture? Which type of generator എന്ന് ചോദിച്ചാൽ നമ്മൾ സ്ലിപ്പ് റിങ്സ് ആണോ സ്പ്ലിറ്റ് റിങ്സ് ആണോ എന്ന് നോക്കിയാൽ മതി. സ്ലിപ്പ് റിങ്സ് ആണ് ചിത്രത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഇത് AC ജനറേറ്ററിൻ്റെ ചിത്രമാണ്. റൈറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ജനറേറ്റർ. ഏത് ജനറേറ്ററിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദി ഔട്ട്പുട്ട് EMF ഓഫ് ദ എബോ ജനറേറ്റർ. ഒരു AC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ചിത്രം വരയ്ക്കണം. അതുപോലെ ഹൗ ഈസ് ദ ഗ്രാഫ് ഡിഫർ ഫ്രം ദ ഗ്രാഫ് ഓഫ് ഔട്ട്പുട്ട് EMF ഫ്രം എ DC ജനറേറ്റർ. DC ജനറേറ്ററിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഉള്ളത്? നമുക്കറിയാം നോ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അതുപോലെ EMF ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്. ഈ 2 പോയിൻ്റാണ് നമ്മളവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32ാമത്തതാണ്. ദ ബ്ലോക്ക് ഡയഗ്രംസ് റെപ്രസെൻറ്റ് 2 types ഓഫ് ട്രാൻസ്ഫോർമേഴ്സ്. A. Identify the step-up transformer from the figure.
ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ ഫിഗർ എ ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൻ്റെ ചിത്രം. ലെസ് നമ്പർ ഓഫ് ടേൺസ് യൂസിങ് തിക്ക് വയർ ഇൻ ദ പ്രൈമറി ആൻഡ് മോർ നമ്പർ ഓഫ് ടേൺസ് യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി. ഇവിടെ ജസ്റ്റിഫൈ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് 2 പോയിൻറ്റ്സ് എഴുതാവുന്നതാണ്. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ആൻഡ് തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൈമറി കോയിൽ. ഇനി ബി എന്ന ചോദ്യം, സം കോയിൽസ് ഇൻ ദ ട്രാൻസ്ഫോമേഴ്സ് ഷോൺ ഇൻ ദ ഫിഗർ ആർ മെയ്ഡ് അപ്പ് ഓഫ് തിക്ക് വയേഴ്സ്. വൈ? തിക്ക് വയേഴ്സ് ഉപയോഗിക്കാനുള്ള കാരണം, തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് വേർ ദ കറണ്ട് ഈസ് ഹൈ. ഇൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമേഴ്സ് primary current is greater, so we use thick wires in the primary. This is to avoid melting of the wires by Joule heating. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ്രോ ദ ഗിവൺ ഫിഗർ ആൻഡ് കംപ്ലീറ്റ് ദ 2 ലൈറ്റ് റേസ് ടു ഗെറ്റ് ആൻ ഇമേജ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ബിയോണ്ട് 2F ആണ്. അതുകൊണ്ട് നമുക്ക് ഇമേജ് കിട്ടേണ്ടത് എഫിനും 2Fനും ഇടയിലായിരിക്കും അല്ലേ, ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. ആ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും? അത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതുന്നത്. ഡയഗ്രാം ടെക്സ്റ്റിൽ വരച്ചിട്ടുള്ളതാണ്, അത് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, എ ലൈറ്റ് റേ ഫോൾസ് ഒബ്ലീക്ലി ഫ്രം ഗ്ലാസ് ടു എയർ ഇൻ ഡിഫറെൻറ്റ് ആംഗിൾസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. വിച്ച് ഡയഗ്രാം റെപ്രസെൻറ്റ്സ് എ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിനെ സൂചിപ്പിക്കുന്നത് ഏത് ചിത്രമാണ്? റൈറ്റ് ദ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. ചിത്രം നോക്കിയാൽ നമുക്ക് കാണാം, അത് ഫിഗർ ബി ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രി ആണ്. ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു എ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ the critical angle, the ray is reflected back to the same medium without undergoing refraction. This phenomenon is known as total internal reflection. C question, if we replace the medium air with water, is there any change in critical angle of glass? എയറിന് പകരം വാട്ടർ ആയാൽ അവിടെ ക്രിട്ടിക്കൽ ആംഗിളിന് മാറ്റം ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണ് ഉത്തരം. നമ്മൾ എടുക്കുന്ന ക്രിട്ടിക്കൽ ആംഗിള് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെയും അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയും ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എയർ ഗ്ലാസ് എന്നുള്ളതിന് പകരം എയറിന് മാറ്റിയിട്ട് വാട്ടർ ഗ്ലാസ് എന്നുള്ള പെയറാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിന് മാറ്റമുണ്ടായിരിക്കും.